നമുക്ക് ട്രിഗണോമെട്രിയിലോട്ട് വരാം. ഇന്നിപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എ ബി ആൻഡ് സി ആർ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ഷോ ദാറ്റ് സൈൻ ബി പ്ലസ് സി ബൈ ടു ഈസ് ഈക്വൽ ടു കോസ് എ ബൈ ടു. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് സൈൻ ബി പ്ലസ് സി ബൈ ടു എന്ന് പറയുന്നത് കോസ് എ ബൈ ടു ആണോ എന്നുള്ളതാണ്. നമുക്കിവിടെ ചെയ്തു നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി ഒരു ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? എ ഒഴിവാക്കിയാൽ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എ എന്നാണ്. അപ്പോൾ ഇനി ബി പ്ലസ് സിക്ക് പകരം നമുക്ക് ആരെഴുതാം? 180 മൈനസ് എഴുതാം. അങ്ങനെയാണെങ്കിൽ സൈൻ ബി പ്ലസ് സിക്ക് പകരം എഴുതാം സൈൻ 180 മൈനസ് എ ബൈ ടു ഈസ് ഈക്വൽ ടു കോസ്. നമുക്കത് വേണ്ട. നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? LHS എടുത്ത് നമുക്കത് ചെയ്തു പോവാം. അവസാനം LHS ഈസ് ഈക്വൽ ടു RHS ആണെന്ന് നോക്കിയാൽ മതി. അപ്പം സൈൻ 180 മൈനസ് എ ബൈ ടു ഇതിനെ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 180 ബൈ ടു മൈനസ് എ ബൈ ടു എന്ന് സ്പ്ലിറ്റ് അപ്പായിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ 180 ബൈ ടു എന്ന് പറഞ്ഞാൽ 90 മൈനസ് എ ബൈ ടു അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ സൈൻ 90 മൈനസ് എ ബൈ ടു ഈസ് ഈക്വൽ ടു നമുക്കറിയാം സൈൻ നമുക്ക് മാറ്റി എഴുതി കാണിക്കാം. എന്താണ്? സൈൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചുകൊണ്ട് തന്നെ സൈൻ 90 മൈനസ് എ ബൈ ടു ഈസ് ഈക്വൽ ടു കോസ് എ ബൈ ടു ഈസ് ഈക്വൽ ടു RHS അല്ലേ? അപ്പം നമുക്കിതിലേക്ക് മാറി കിട്ടി. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എ പ്ലസ് ബി പ്ലസ് സി ഈസിക്കൽ ടു 180 ഡിഗ്രിയാണ്. ബി പ്ലസ് സി ഈസിക്കൽ ടു 180 മൈനസ് എ. ഇനി നമുക്ക് ബി പ്ലസ് സിക്ക് പകരം 180 മൈനസ് എ എന്ന് ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സൈൻ ബി പ്ലസ് സി ബൈ ടുവിന് പകരം സൈൻ 180 മൈനസ് എ ബൈ ടു എന്ന് എഴുതാം. എങ്ങനെയാണെങ്കിൽ 180 ബൈ ടു ഈസിക്കൽ ടു എ ബൈ ടു. 180 ബൈ ടു മൈനസ് എ ബൈ ടു ഈസിക്കൽ ടു 90 മൈനസ് എ ബൈ ടു. അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. അങ്ങനെയെങ്കിൽ സൈൻ 90 മൈനസ് എ ബൈ ടു ഈസിക്കൽ ടു കോസ് എ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ഹാൻഡ് സൈഡാണ്.